കേരളത്തിൽ നിന്നും ഒരു മുതിർന്ന MP, കോൺഗ്രസ് MP BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതൊരു ഇംഗ്ലീഷ് പത്രത്തിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഒരു ദേശീയ പത്രത്തിലാണ് അത്തരത്തിലുള്ളൊരു വാർത്ത വന്നത്. ആ വാർത്ത എത്രമാത്രം ശരിയാണ് എന്നത് നമുക്കും പറയാൻ കഴിയില്ല. പക്ഷെ ആ വാർത്ത കേരളത്തിൽ വളരെ രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അത്തരത്തിലുള്ളൊരു മുതിർന്ന MP ആരാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ വാർത്ത പുറത്തു വന്നതോടെ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിൽ പറയുന്നത് ഈ ഒരു മുതിർന്ന MP ഈ BJP നേതാക്കളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു, ഒന്നോ രണ്ടോ വട്ട ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ നല്ല ജനസമ്മതി ഉണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് അത്ര സമ്മതിയില്ല എന്നതും ഈ വാർത്തയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ MP ആരാണ് എന്നത് ഏകദേശ രൂപത്തിൽ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മാധ്യമങ്ങളും അത് ശശി തരൂരാണോ എന്ന് ചോദിച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശശി തരൂർ, തിരുവനന്തപുരം MP ശശി തരൂർ BJP-യിലേക്ക് പോവുകയാണോ? കുറച്ചു കാലമായിട്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴൊന്നും MP ഇവിടെ കാണാനില്ല. MP ഇവിടെ ഒന്നും വരുന്നുമില്ല. പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ തിരുവനന്തപുരത്ത് നടന്നിട്ടും MP അവിടെ പങ്കാളിയായിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. മാത്രമല്ല MP-മാരുടെ സത്യപ്രതിജ്ഞ ലോക്സഭയിൽ നടക്കുമ്പോൾ അന്ന് ശശി തരൂർ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു. പിന്നീട് വന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റമുണ്ട്. മാത്രമല്ല ഇവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്ന് പോലും അദ്ദേഹം പറയാതെ പലയിടത്തും പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവുമായിട്ടും അതുപോലെ മറ്റു പലരുമായിട്ടും അത്ര നല്ലൊരു അടുപ്പത്തിലല്ല ശശി തരൂരിൻ്റെ പോക്ക്. അപ്പോൾ ശശി തരൂരാണോ ഈ BJP-യിലേക്ക് പോകാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന് BJP-യിൽ അത്രമാത്രം നല്ലൊരു സ്വാധീനവും സ്ഥാനവും ലഭിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും ചില മലയാള പത്രങ്ങൾ ഈ ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് വാർത്തയെ എടുത്തുകൊണ്ട് ഇത് ശശി തരൂരായിരിക്കുമോ എന്ന ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് മാത്രമാണ് നമ്മളും പറയാം. നമുക്കും അങ്ങനെ ശശി തരൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീനിയർ നേതാവ്, പ്രമുഖനായ നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലൊരു മുഖമായി നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ BJP-യിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന വാർത്തകൾ വെച്ചിട്ടൊരു വിലയിരുത്തൽ മാത്രമേ നമുക്ക് നടത്താൻ കഴിയൂ. എന്തായാലും ശശി തരൂര് ഇനി കോൺഗ്രസ് നിലനിന്നിട്ട് എന്താണ് ഗുണം? കാരണം രാഹുൽ ഗാന്ധിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല, നമുക്കറിയാം. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള വലിയ പരിപാടികളിലൊന്നും തന്നെ ഈ ഇദ്ദേഹത്തിനെ, അതായത് ശശി തരൂരിനെ അടുപ്പിക്കുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലം മുതൽ തന്നെ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ഒഴിവാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രധാന നേതാവായിട്ട് ഉയർന്നു വരികയും ഉയർത്തിക്കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഉയർത്തിക്കാണിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖനായ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉയർത്തി കാട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ നേതാക്കന്മാരുടെ ഒന്നും പിന്തുണ ഈ ശശി തരൂരിനില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്കാർക്കും തന്നെ ഈ ശശി തരൂരിന് ഒരു പിന്തുണ ഇല്ല. പിന്നെ ശശി തരൂരിന്റെ പേരിൽ 1-2 പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഒരു മാനനഷ്ട കേസ്, അത് കോടികൾ കണക്കിന് രൂപയുടെ മാനനഷ്ട കേസാണ്. അദ്ദേഹം 1-2 കോടി രൂപ, 1 കോടി രൂപയോ നഷ്ടപരിഹാരം 10 കോടിയോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം അങ്ങനെ വലിയൊരു തുകയാണ് ശശി തരൂരിനെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ രാജീവ് ചന്ദ്രശേഖർ പരാതി കൊടുത്തിട്ടുണ്ട്. തന്നെക്കുറിച്ച് മോശമായ ചില അഭിപ്രായങ്ങൾ, അതായത് ഈ വോട്ടിന് പണം കൊടുത്ത് വോട്ട് വാങ്ങി ചില ക്രിസ്ത്യൻ സഭകളിൽ നേതാക്കന്മാരെ കണ്ടിട്ട് കാശ് കൊടുത്തു രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ അവരിൽ നിന്ന് പണം വാങ്ങിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തിൽ പോലും ശശി ഓപ്പണായിട്ട് പറയുകയുണ്ടായി. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ശശി തരൂരിനെ അടുത്തേക്കാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത നമ്മളെ മുന്നിൽ വിരൽ ചൂണ്ടുന്നത്.